വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 നിന്നും കഴിഞ്ഞ തവണകളിലായി NTA ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. PYQs എന്ന് പറയുന്നത് നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ വളരെ ക്രൂഷ്യലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നും അതിനെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ചോദ്യമാണ്. ഷായിറുൻ ലബനാനിയുൻ കബീറുൻ വുലിദ ഫി കഫർ ഷീമ വ തദറബ അല ബഅദിൽ മിഹനിൽ യദവിയ കന്നജാറ വകാന സനത്തൽ ആശിറ. ലബനാനി കവി, വലിയ കവിയാണ് അദ്ദേഹം. കഫർ ഷീമ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. വ തദറബ അല ബഅദിൽ മിഹനിൽ യദവിയ, ചില കരകൗശലം, ചില കൈത്തൊഴിലുകളൊക്കെ അദ്ദേഹം പഠിച്ചിരുന്നു. ഏതുപോലെ? ആശാരിപ്പണി പോലെയുള്ളത് 10ാമത്തെ വയസ്സിൽ തന്നെ. ആരാണ് കവി എന്നുള്ളതാണ്. ഓപ്ഷനിലുള്ളത് ഇല്യാസ് ഫർഹാത്ത്, റഷീദ് സലീം ഖൂരി, നസീബ് അരിള, മിഷാൽ മാലൂഫ് എന്നുള്ളതാണ്. ഉത്തരം പറയുന്നവർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പേരിൽ ആരാണ് ഈ പറഞ്ഞ വിശേഷണത്തിന് യോഗ്യൻ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇല്യാസ് ഫർഹാത്ത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇല്യാസ് ഫർഹാത്താണ് കൈത്തൊഴിലുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ കഫർ ഷീമ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചതും അദ്ദേഹമാണ്. 10ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം തൊഴിലിലേക്ക് പോകുന്നുണ്ട്. വളരെ കൂടുതലായിട്ട് അദ്ദേഹത്തിന് പഠനവുമായി ബന്ധപ്പെടാനൊന്നും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇല്യാസ് ഫർഹാത്തിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ യൂണിറ്റ് 3 ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം. ഉലിദ ഇല്യാസ് ഫർഹാത്ത് 1893 ഫി ഖറിയത്തി കഫർ ഷീമ. 1893 കഫർ ഷീമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇല്യാസ് ഫർഹാത്ത് ജനിക്കുന്നത്. തലഖ ദുറൂസഹുൽ ലൂല ഫി മദ്രസത്തിൽ ഖറിയ, ആദ്യം നാട്ടിലെ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠനം നടത്തി. സുമ്മ ലബിസാൻ തറക്കഹ വഹു ഫിൽ അശറ, 10ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? അദ്ദേഹം ആ പഠനം ഉപേക്ഷിച്ചു. യതദറബ അലൽ മിഹനിൽ യദവിയ അല്ലഹു യജിദു ഫിഹാ തരീഖൻ നജാഹ്. അല്ലഹു എന്നാട്ടോ നമുക്കറിയാം. ലഅല്ല അല്ലെ, ലഅല്ലക്ക് 10ഓളം രൂപങ്ങളുണ്ട്. ലഅല്ല, അല്ല, വല, അന്ന, അന്ന എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ലഅല്ലയുടെ മറ്റൊരു രൂപമാണ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജീവിതത്തിൻ്റെ വഴിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില കൈത്തൊഴിലുകളൊക്കെ അദ്ദേഹം പഠിച്ചു. ഒഫീ സന 1910 ഹാജർ ഇലൽ ബ്രസീൽ ഹൈഥു മാറസ ഷത്തൽ അമാലി മുഹാവിലൻ യുഖാവിമ ഖസാവത്തൽ ഹയാത്തി വ മസായിബഹ. അദ്ദേഹം 1910 ബ്രസീലിലേക്ക് കുടിയേറുന്നത്. നമുക്കറിയാം, ലബനാനിൽ നിന്നുള്ള പല സാഹിത്യകാരന്മാരും വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ തെക്കേ അമേരിക്കയിലേക്ക്, ലാറ്റിൻ അമേരിക്കയിലേക്ക് കുടിയേറിയ സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരാളാണ് ഇല്യാസ് ഫർഹാത്ത്. അദ്ദേഹം 1910 ബ്രസീലിലെത്തുന്നു. അവിടെ വെച്ച് അദ്ദേഹം വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? യുഖാവിമ ഖസാവത്തൽ ഹയാത്ത് വ മസായിബ, ജീവിതത്തിൻ്റെ കാഠിന്യം, ജീവിതത്തിൻ്റെ പ്രാരാബ്ദത്തോടൊക്കെ പോരാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിവിധ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. 1919 ഇസ്തറക്കമ തൗഫീഖ് ലഊൻ ഫി ഇസ്ദാരി മജല്ല അൽ ജദീദ്. തൗഫീഖ് ലഊൻ്റെ കൂടെയാണ് അദ്ദേഹം എന്താകുന്നത്? മജല്ലത്ത് ജദീദ് സ്ഥാപിക്കുന്നതിൽ 1919 പങ്കാളിയാവുന്നത്. സുമ്മ ഫി തഹരീരി ജരീദ അൽ മുഖരിയ അല്ലത്തി അൻഷാ സലീം ലബ്ക്കി സ്ഥാപിച്ചിട്ടുള്ള ജരീദ അൽ മുഖരിയ, ഇതിലും ആര് പങ്കുചേർന്നിട്ടുണ്ട്? എഡിറ്റിംഗ് ജോലി ആര് ചെയ്തിട്ടുണ്ട്? ഇല്യാസ് ഫർഹാത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇല്യാസ് ഫർഹാത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത്. പ്രധാനമായും ചോദ്യത്തിൽ വന്നിട്ടുള്ളത് കഫർ ഷീമ, അതേപോലെ 10ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൈത്തൊഴിൽ പഠിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, വക്കാന സന ഫിൽ അശറ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി അടുത്ത ചോദ്യം. ഇസ്ദഹറത്തിൽ മുവശഹാത്ത് ഫിൽ ഉന്ദുലുസ് ലിത്തിസാഇ മൗജ. ഏതൊരു തരംഗത്തിൻ്റെ വിശാല വൈപുല്യമാണ്, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉന്ദുലുസിൽ മുവശഹാത്ത് എന്ന് പറയുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ഫന്ന്, കവിതയിൽ തന്നെ പെട്ട ഒരു ഫന്ന് വികസിക്കുന്നത്, അല്ലെങ്കിൽ അത് കൂടുതൽ പുഷ്കലമാകുന്നത് ഏതൊരു ട്രെൻഡിൻ്റെ ബേസിലാണ്? അൽ ഇത്രാബു സിയാസത്ത്, പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണോ? അൽ ഖനാഉ വൽ മ്യൂസിക്, സംഗീതം, പാട്ട്, ഇതൊക്കെ ഈ രൂപത്തിലാണോ? ആ താസുബുൽ ഇർഖി അല്ലെങ്കിൽ വംശീയത അങ്ങനെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ? അല്ല ഇസ്തിഹാറുൽ ഇൽമി, വൈജ്ഞാനികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണോ ഉന്ദുലുസിൽ മുവശഹാത്ത് വികസിക്കുന്നത്? നമുക്കറിയാം യൂണിറ്റ് 3
രണ്ടാമത്തെ ഭാഗം അദബുൽ ഉന്ദുലുസ് എന്നുള്ളതാണ്. അദബുൽ ഉന്ദുലുസിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള 3 കവിതാരൂപങ്ങളാണ് സജില്, മുവഷഹാത്ത്, ഷെയറു തബിയ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മുവഷഹാത്ത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദ്യം. അപ്പോൾ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 4 ഇൽത്തിറാബ് സിയാസി, ഖന മ്യൂസിഖി, തഅസ്സുബുൻ അൽ ഇർഖി, അൽ ഇസ്തിഹാറുൽ ഇൽമി ഏത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. ഓക്കെ, അൽ ഖന വൽ മ്യൂസിക്. കാരണം അദബ് അറബ് ഭരണകൂടമൊക്കെ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളൊക്കെ സ്പെയിനിലെത്തുന്നു. അവിടെ അറബ് സമൂഹമായിട്ടുള്ളൊരു മിംഗ്ലിംഗ് ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ അറബ് സാഹിത്യത്തിൻ്റെ വികാസം സംഭവിക്കുന്നു. അങ്ങനെയാണ് കവിതയിൽ ഈ ഇത്തരം അറബ് കവിതകളൊക്കെ അവർ പരിചയപ്പെടുകയും പിന്നീട് അവിടെ തന്നെയുള്ളതായ ചില സംഗീതാത്മകമായിട്ടുള്ള അതിനോടുള്ളൊരു ഭ്രമത്തിൻ്റെയൊക്കെ ഫലം കൂടിയായിട്ടാണ് മുവഷഹാത്ത് എന്ന് പറയുന്നൊരു ഫന്ന് അവിടെ വികസിക്കുന്നത്. വസ്തഹറത്ത് ഷൗഖി ലൈഫിൻ്റെ ഇബാറത്താണ്. വസ്തഹറത്തിൽ ഉന്ദുലുസ് ബി അന്നഹ ഹിയല്ലത്തി ഇബ്തകറത്ത് ഫന്നുൽ മുവഷഹ. മുവഷഹ എന്ന് പറയുന്ന ഫന്ന് അതിനെ രൂപപ്പെടുത്തിയത് തന്നെ ആരാണ്? ഉന്ദുലുസാണ്. വ യുവന്നു അന്നഹു കാന. ഈ ഫന്നുൽ മുവഷഹ അവിടെ രൂപപ്പെടുന്നതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നു അല്ലെങ്കിൽ കരുതപ്പെടുന്നു. എന്തുകൊണ്ട്? ലിത്തിസാഇ മൗജത്തിൽ ഖനാഇ വൽ മ്യൂസിഖി. സംഗീതം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതവിടെ വികസിക്കുന്നത്. ഷൗഖ് ലൈഫിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ക്വസ്റ്റ്യൻ നേരിട്ട് ഷൗഖ് ലൈഫിൻ്റെ ഇബാറത്ത് ചോദ്യമാക്കി കൊടുത്തതുമാവാം. 3 സറിയാബ് എന്ന് പറയുന്നവരുടെ കാലത്ത്. സറിയാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സംഗീതജ്ഞനാണ്. ഫി ഹദി അബ്ദുറഹ്മാൻ അൽ ഔസത്ത് അല നഹ്ബി മാ മറബിന ഫിൽ ഫസിൽ. അത് മുമ്പ് അതിൻ്റെ കുറിച്ച് ഷൗഖ് ലൈഫ് അതിൻ്റെ ഒന്നാമത്തെ ഫസിൽ അവൽ എന്നാണുള്ളത്. ഫസിൽ അവലിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ സറിയാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? അബുൽ ഹസൻ അലി ഇബ്നു നാഫി അൽ മൂസിലി 2-3 നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. മൂസിലി എന്ന ഇറാഖിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വരുന്നത്. നശഅത്ത് അൽ മുവഷഹാത്ത് ഫിൽ ഉന്ദുലുസ് ഫി അവാഖിറിൽ ഖർനി സാലിസി അൽ ഹിജ്രി. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്താണ് ഉന്ദുലുസിൽ മുവഷഹാത്ത് രൂപപ്പെടുന്നത്. അലായദി മുഖദ്ദം ഇബ്നു മആഫി. മുഖദ്ദം ഇബ്നു മആഫി എന്നവരാണ് അല്ലെങ്കിൽ മുഖദ്ദം ഇബ്നു മആഫിയാണ് ഈ ഫന്നിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയപ്പെടുന്നത്. അഹദു ഷുഅറാഇ അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ബിൻ അൽ ഹക്കം. അപ്പോൾ ആരുടെ കാലത്താണ് മുവഷഹാത്ത് ഉന്ദുലുസിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത്? അബ്ദുല്ലാഹിയുടെ കാലത്താണ്. ആരായിരുന്നു അത് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ ഇദ്ദേഹം കവിയാണ്, ഇദ്ദേഹം ഭരണാധികാരിയാണ്. ഓക്കെ, ലാ യഖ്തലിഫ് അനിൽ ഖസീദ തഖ്ലീദിയ. ഖസീദ തഖ്ലീദിയ എന്ന് പറഞ്ഞാൽ സാമ്പ്രദായിക ഖസീദകൾ. നമ്മളെന്നും പറയാറുണ്ട് ഖസീദ അമൂദിയ എന്നും പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ സാമ്പ്രദായിക കവിതകളിൽ നിന്ന് ഇത് വ്യത്യാസപ്പെടുന്നില്ല. ഇല്ലാ ഫി തഅദ്ദുദി ഖവാഫിഹി വ തനവ്വി ഔസാനിഹി. നമ്മുടെ സാമ്പ്രദായിക ഖസീദകളൊക്കെ എന്തായിരിക്കും? അതിൻ്റെ ഖാഫിയ ഒന്നായിരിക്കും, അതേപോലെ അതിൻ്റെ വസനുകൾ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഓക്കെ, അതിൻ്റെ ബഹറുകളൊന്നും അങ്ങനെ മാറില്ല. പക്ഷേ എന്തുണ്ടാകും? നമ്മുടെ ഈ മുവഷഹയിൽ ചിലപ്പോൾ എന്താകും? ഒറ്റ ഖസീദയിൽ തന്നെ ഖാഫിയകൾ വ്യത്യാസപ്പെടും, അതേപോലെ വസന് വ്യത്യാസപ്പെടാം. ഇതൊരു വ്യത്യാസം ആരുമായിട്ടുണ്ട്? സാമ്പ്രദായിക ഖസീദകളുമായിട്ട് മുവഷഹക്കുള്ള ഒരു വ്യത്യാസം ഇതാണ്. മറ്റൊന്ന് അൽ മുവഷഹത്ത് ഖദ് ലഹറത്ത് ഫിൽ ഖർനി സാലിസി അൽ ഹിജ്രി. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. നമ്മൾ ക്രിസ്താബ്ദത്തിലേക്ക് അതിനെ മാറ്റുന്ന സമയത്ത് 9-ാമത്തെ നൂറ്റാണ്ടായിരിക്കും. നമുക്കറിയാം ഏകദേശം ഹിജ്രി കലണ്ടറും അതേപോലെ ക്രിസ്തു കലണ്ടറും തമ്മിലുള്ളത് ഡിഫറൻസ് എന്ന് പറയുന്നത് 600, ഏകദേശം 600 വർഷമാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, ഷക്ലുൻ തഖ്ലീദിയുൻ മിൻ അഷ്കാലി ഷെയ്ൽ അറബി ആദത്തൻ മാ യകൂനു ഫി ഷക്ലി മുനാവറ. മുനാവറയുടെയൊക്കെ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു സാമ്പ്രദായികമായ ശൈലി തന്നെയാണിത്. ഏതാണ് ഈ ഒരു കവിത രൂപം? ഷിറുൽ ഹുറാണോ, മുവഷഹാണോ, സജിലാണോ, ഷിറുൻ മുർസലാണോ? ബേസിക്കലി ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് യൂണിറ്റ് 3-ന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഒന്നുകൂടി എളുപ്പമുണ്ട്. ഷിറുൽ ഹുറും ഷിറുൽ മുർസലും ഏറെക്കുറെ സെയിമാണ്. ഇത് രണ്ടും യൂണിറ്റ് 3-ന്റെ ഭാഗമല്ല. പിന്നെ മുവഷഹും സജിലുമാണ് യൂണിറ്റ് 3-ന്റെ ഭാഗമായിട്ട് ഉള്ളത്. പക്ഷേ നേരിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് ഇത് യൂണിറ്റ് 3 നമുക്കൊരു ഐഡിയ ഇല്ല. ഇത് എവിടുന്നും ആവാനൊരു സാധ്യത ഉണ്ടല്ലോ. വെറും കേവലം ചോദ്യം മാത്രം നോക്കുന്ന സമയത്ത് അത് യൂണിറ്റ് 8-ന്റെ ഭാഗമായിട്ടുള്ള ഷെയറിൽ ഹുറിൽ നിന്നാവാം, അല്ലെങ്കിൽ യൂണിറ്റ് 3-ന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം. ഇപ്പോൾ ഏതായാലും അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരേണ്ടതില്ല, യൂണിറ്റ് 3-ൻ്റെതാണ് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഏതാണ് ഇങ്ങനെയുള്ളത് നോക്കുക, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഷക്ലുൻ തഖ്ലീദിയുൻ മിൻ അഷ്കാലി ഷെയറിൽ അറബ്. അറബ് കവിതകളുടെ ആ ഷക്കിലുകളോടൊക്കെ എന്താകുന്നുണ്ട്? സാമ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അനുകരണമായിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. സജില് എന്നുള്ളതാണ്. ഓക്കെ,
സജിൽ എന്ന് പറയുന്നത് തത്രീബ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അസ്സജൽ, എന്താണ് സജിൽ എന്ന് പറയുന്നത്? അൽ അദബു ഷഅബി യഊദു അസ്ലുഹു ഇലാ ബിലാദിൽ മഗ്രിബ് വൽ ഉന്ദുലുസ്. അതും മുവശഹ പോലെ തന്നെ എവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ ഉന്ദുലുസിൽ വന്നിട്ടുള്ളതാണ്. ഷക്ലുൻ തഖ്ലീദിയുൻ, ഇങ്ങനെ തന്നെ അതിൻ്റെ വിശദാംശം പറയുന്നിടത്ത് കാണാൻ പറ്റും. സജിലുമായി ബന്ധപ്പെട്ട വിശദീകരണമുള്ള ഭാഗത്ത് നോക്കിയാൽ സജിലിനെ കുറിച്ച് പറയുന്നിടത്ത് എങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഷക്ലുൻ തഖ്ലീദിയുൻ മിൻ അഷ്കാലി ഷെയ്റിൽ അറബി ബിൽ ലുഗത്തിൽ മഹ്കിയ വഹു ഇർത്തിജാലിയുൻ. നിമിഷകവി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് നൈസർഗികമായി എന്ന് വരുന്നതാണ്. വാദിതമായി ഫി ഷക്കിലി മുനാലറ, അതും ചോദ്യത്തിൻ്റെ ഭാഗമാണ്. മുനാലറയുടെ രൂപത്തിലാണത് ഉണ്ടാവാറുള്ളത്. സംവാദമൊക്കെ പോലെ ബൈന ആദിദ് മിന സജ്ജാലീൻ എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് അറബി കവിതയുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സൂഖ് ഉക്കാദൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ആയിരുന്നു അറബി കവിതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വികാസം എന്ന് പറയുന്നത്. പലപ്പോഴും ഗോത്രീയമായ സംഘടനകൾ അതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കമായി ഭവിച്ചിരുന്നത്. ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു കവിത പറയുന്നു, തൊട്ടപ്പുറത്ത് അതിനെ ഗണ്ണിച്ചുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, കവിത പറയുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കവിതയുടെ, അറബ് കവിതയുടെ ഒരു വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അറബ് കവിതയുടെ ഏറ്റവും അസ്ലൻ രൂപം എന്ന് പറയുന്നത് ഈ ഒരു മുനാദറയുടെയൊക്കെ ഒരു ശൈലിയിലുണ്ടായിരുന്നത്. നമുക്കറിയാം അമ്രുബിന് കുൽസൂം, അമ്രുബിന് ഹിന്ദിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊട്ടാരത്തിലേക്ക് വരുന്നു, അമ്രുബിന് കുൽസൂം പിന്നെ ഒരു തനി തഗ്ലബ് ഗോത്രത്തെ പ്രതിനിധീകരിക്കുന്നു, അപ്പുറത്ത് അമറുവിന് ഹിന്ദിൻ്റെ പ്രതിനിധീകരിച്ച് വേറെ ആളുകൾ കവിത പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കവിതകളിലൂടെ സംഘടന നടത്തുക, പിന്നെ അത് രക്തച്ചുരിച്ചിലായി മാറും. ഇതാണ് അറബി കവിതയുടെ ഒരു സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത്. ഇതേപോലെ കുറേ സജ്ജാലികൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അതാണ് ഇർത്തിജാലി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരാനൊന്നും കഴിയില്ലല്ലോ. കാരണം ഈ നമ്മുടെ മറുപക്ഷത്തുള്ള ആൾ എന്താ പറയാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. അവിടെ വെച്ചൊരു വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിന് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും, ഒരു മറുപടി. അപ്പോൾ ഇർത്തിജാലിയായിട്ട് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നൈമിഷികമായിട്ട് വരുന്ന കവിതകളായിരിക്കും അത്. അപ്പോൾ ആ കവിതയുടെ ഒരു ശൈലി എവിടെയുണ്ട്, സജിലിലും ഉണ്ട്. അതുകൊണ്ട് അതൊരു ഷിക്ലുൻ തഖ്ലീദിയാണ്. എന്തുണ്ടാവും, ആലാത്തിന് മ്യൂസിക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, ലബനാൻ വഷമാൽ ഫലസ്തീൻ വഷമാൽ ഉറുദുൻ ജോർദാന് ഫലസ്തീൻ ലബനാനിലൊക്കെ അത് കൂടുതലായിട്ട് എന്താകുന്നുണ്ട്, അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്താണ് ഈ പ്രാധാന്യത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്? ഈ ലനഇദാമി തഖയ്യുദിഹി ബിൽ ഇറാബ്. ഇറാബിൽ വലിയ കണിശത ഇവിടെ നമ്മൾ കാണുന്നില്ല, സജിലിൽ കാണുന്നില്ല. പൊതുവേ ഈ ഇറാബ് എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് കവിത എഴുതുന്നത് പ്രയാസമാണ്. അപ്പോൾ ആ ഒരു ഇറാബിനെ അത്ര ഫോളോ ചെയ്യുക എന്നുള്ളത് കാണുന്നില്ല. അപ്പം അത് കുറച്ചുകൂടി ആളുകൾക്ക് സ്വീകാര്യമായി എന്നാണ് പറയപ്പെടുന്നത്. ളർബും മിൻ ളുറൂബിൻ നവം യഖ്തലിഫു അനിൽ ഖസീദ മിൻ ഹൈസുൽ ഇറാബി വത്തഖ്ഫിയ. അപ്പോൾ നമ്മുടെ സജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാഫിയ വസ്ന് അല്ലേ, നമ്മളെ മുവശഹും അതേപോലെ ഖസീദ ഉമൂദി അല്ലേ എന്ന് പറഞ്ഞാൽ സാമ്പ്രദായിക. ഇത് തമ്മിലുള്ള വ്യത്യാസപ്പെടുന്ന പോയിന്റ് ഏതാണ്? വ്യത്യാസപ്പെടുന്ന പോയിന്റ് ഇതിൽ വസ്ന് തഅദ്ദുദ് ഉണ്ടാവും, 1 2 3 ഒക്കെ ഉണ്ടാവാം. അതുപോലെ കാഫിയ എന്തായിരിക്കും, 1 2 3 ഒക്കെ ഉണ്ടാവും. ഇവിടെ ഉമൂദിയിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് മുവശഹിം അമൂദിയും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. കമാ യഖ്തലിഫു അനിൽ മുവശഹി മിൻ ഹൈസുൽ ഇറാബ്. എന്നാൽ മുവശഹും സജിലും നോക്കിയാലോ, മുവശഹും സജിലും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇറാബിൽ മാത്രം. ഈ ഇറാബ് ചിലപ്പോൾ ഫോളോ ചെയ്യും, ഇതിൽ അങ്ങനെ എന്തില്ല, ഒരു ഫോളോയിങ് സജിലിലില്ല. ഇതാണ് മുവശഹയും സജിലും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. വല അഖ്തലഫിന് പിന്നെ ഞാനും തഖ്ഫിയ ഇല്ലാ നാദിറൻ. ഈ മുവശഹയുമായിട്ട് സജില് കാഫിയകളുടെ വിഷയത്തിൽ വളരെ വിരളമായിട്ട് മാത്രമേ എന്താവാറുള്ളൂ, വ്യത്യാസപ്പെടാറുള്ളൂ. ويتضح من كلام العلامة ابن خلدون أن الزجل الأندلسية نشأ تقليدا للموشح. അപ്പോൾ മുവശഹിനോട് തഖ്ലീദ്, നേരത്തെ ഷക്ലുൻ തഖ്ലീദ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇബ്നു ഖൽദൂൻ പറയുന്നത് മുവശഹിനോടുള്ള ഒരു തഖ്ലീദാണ്. എന്നാൽ മുവശഹിൻ്റെ ഉടനെയാണ് സജിൽ ഉന്ദുലുസിൽ പ്രത്യക്ഷപ്പെടുന്നത്. 3-ാം നൂറ്റാണ്ടിലാണോ അല്ല 4-ാം നൂറ്റാണ്ടിലാണെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഏതായാലും ഇബ്നു ഖൽദൂൻ പറയുന്നത് മുവശഹിനോട് തഖ്ലീദ് ചെയ്തുകൊണ്ട് വികസിച്ചിട്ടുള്ള ഒരു ഫന്നാണ് നമ്മുടെ സജിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് 3-ലെ 3-4 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദബുൽ ഉന്ദുലുസിൽ നമ്മൾ വളരെ പ്രാധാന്യം കുറച്ച് കാണുന്നതാണ് മുവശഹ സജിൽ തബിഅ എന്ന് പറയുന്നത്. പക്ഷേ മുവശഹയും ഈ സജിലും പലപ്പോഴും ചോദ്യങ്ങളിൽ വരാറുണ്ട്. ഷീറുൻ തബിയെക്കുറിച്ച് അങ്ങനെ തന്നെ വരാറില്ല. കാരണം ഷീറുൻ തബിയുടെ ഒരാളായിട്ട് ഇബ്നു ഖഫാജ തൊട്ട് താഴെ വേറെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കവിതകളൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് പ്രകൃതി വർണ്ണനയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഷീറുൻ തബി ആ ടൈറ്റിൽ എന്നുള്ള നിലക്ക് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും വലിയ അപകടവും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ
ഷീർ, മുവഷഹ, അതേപോലെ സജിലി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാൻ ഒരു ചോദ്യമായിരിക്കും, പക്ഷേ ഓരോ ചോദ്യവും നിർണായകമാണ്. മുവഷഹയുടെ രൂപമൊക്കെ നമുക്കറിയാം അല്ലേ? ഇതിന് മത്തില് വേണം, കുഫില് വേണം, ഹർജ വേണം. ഹർജയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്തു. മുവഷഹയിൽ ചിലപ്പം മത്തില് ഇല്ലാതിരിക്കാം, അപ്പോൾ അക്ര ഉണ്ടെങ്കിൽ താമാകും. ഇങ്ങനെ അതിൽ ദൗറ്, ബൈത്ത്, ഹുസ്ന്, ഇങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ യൂണിറ്റ് 3-ൽ സജിൽ, ഷീർ, തബീഴയും അതേപോലെ സജിലും മുവഷഹയൊക്കെ പറയുന്ന ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സിൽ തന്നെ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. താങ്ക് യു.